ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ വസതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ റെയ്ഡിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്തു. ഇന്നലെ ഉച്ചയോടെ ആരംഭിച്ച പരിശോധന 12 മണിക്കൂർ നീണ്ടു. പത്മകുമാറിന്റെ മൊഴികളിലെ നിജസ്ഥിതി പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും വിശദമായ പരിശോധന തുടരുന്നുണ്ട്. റിമാൻഡിൽ തുടരുന്ന പത്മകുമാറിനും എൻ വാസുവിനും വേണ്ടി SIT ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, SITയുടെ റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ അനുസരിച്ച് ഈ മുഴുവൻ സംഭവങ്ങളുടെയും കിങ് പിൻ പത്മകുമാർ തന്നെയായിരുന്നു. അതിന് പത്മകുമാർ ചെമ്പുപാളി എന്ന് സ്വന്തം കൈപ്പടയിൽ രേഖപ്പെടുത്തിയതടക്കം തെളിവുണ്ട്. അതിനൊപ്പമാണിപ്പോൾ വീട്ടിൽ നിന്ന് നിർണായകമായ രേഖകൾ പിടിച്ചെടുത്തു എന്ന ഒരു വിവരം കൂടി വരുന്നത്. ഏത് ഘട്ടത്തിലാണ് ഈ അന്വേഷണമുള്ളത്? അടുത്ത ഘട്ടത്തിൽ എന്തായിരിക്കും SITയുടെ നീക്കം? SIT നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കടക്കുകയാണ്. അതിൽ തന്നെ പത്മകുമാർ കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമായതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് SIT കടന്നത്. അതിൽ പത്മകുമാർ നൽകിയ മൊഴിയിലെ നിജസ്ഥിതി പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ ആറന്മുളയിലുള്ള വസതിയിൽ SIT എത്തിയത്. മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്കിടെ നിർണായകമായ ചില ഡിജിറ്റൽ രേഖകൾ അടക്കം ഈ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. വീട്ടിലെ പരിശോധന അവസാനിച്ചെങ്കിലും പിടിച്ചെടുത്ത രേഖകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് തുടരുന്നത്. മാത്രമല്ല 2019 മുതൽ 2022 വരെ പത്മകുമാറും അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കേന്ദ്രീകരിച്ചുകൂടിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഈ ഗൂഢാലോചനയുടെ ലക്ഷ്യം സാമ്പത്തിക നേട്ടമായിരുന്നെന്നും ആ സാമ്പത്തിക നേട്ടത്തിനായി ഇവിടെ നിന്നൊരുക്കിയ സ്വർണം അത് മറ്റ് തലങ്ങളിലേക്ക് കൈമാറി അതിന്റെ ലാഭവിഹിതം പലർക്കായി വീതിച്ച് നൽകിയെന്നുമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ നൽകിയ മൊഴി. അതിന്റെ ഭാഗമായി പത്മകുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ നിന്ന് എത്ര തരത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ പത്മകുമാറിനും എൻ വാസുവിനും വേണ്ടി ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് അറിയുന്നത്. അങ്ങനെ കസ്റ്റഡി അപേക്ഷ നൽകി ഇരുവരെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് SIT. അടുത്തയാഴ്ചയിൽ 3ാമത്തെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. കോടതിയിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പരമാവധി തെളിവുകൾ പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് പരമാവധി തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതോടൊപ്പം പുതിയ ദേവസ്വം ബോർഡ് ചുമതലയേറ്റ ശേഷമുള്ള ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ നൽകിയ ചില നിർദ്ദേശങ്ങൾ, തന്റെ അറിവോ മുൻകൂർ അനുവാദമില്ലാതെ ഒരു വിഷയം പോലും യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരരുത്, അല്ലെങ്കിൽ എന്താണോ അവിടെ ചർച്ച ചെയ്യുന്നത് അതെല്ലാം തന്റെ മുന്നിൽ കൂടി വേണം എന്ന് അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശം വന്നതായുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. അതായത് ഈ ഇപ്പോഴുണ്ടായ ചീത്തപ്പേര് മുഴുവൻ മാറ്റാൻ തക്ക വിധത്തിൽ ഒരു കർശനമായ നടപടി ഇപ്പോഴത്തെ ബോർഡിന്റെ ഭാഗത്തുനിന്ന്, പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? K. ജയകുമാറിനെ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായി അസാധാരണമായാണ് നിയമിക്കുന്നത്. അതായത് ഒരു ഉദ്യോഗസ്ഥനെ, ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ, മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് എത്തിച്ചത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനുണ്ടായ ക്ഷീണം മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് കൃത്യമായ നിയന്ത്രണങ്ങൾ ദേവസ്വം ബോർഡ് യോഗവുമായി ബന്ധപ്പെട്ട് അടക്കം വരാൻ പോകുന്നത്. അതിന്റെ ഭാഗമായാണ് അദ്ദേഹം ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു കാര്യങ്ങളും അവിടെ ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ല, അത് കൃത്യമായി തന്നെ മുന്നൊരുക്കങ്ങളുടെ മാത്രമേ അത്തരം ചർച്ചകൾ നടക്കാൻ പാടുള്ളൂ എന്നതടക്കമുള്ള വിഷയങ്ങളാണ് K. ജയകുമാർ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള വീഴ്ചകൾ തുടർന്ന് ആവർത്തിക്കപ്പെടാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ കർശനമായ ചില നിബന്ധനകളിലേക്ക് ദേവസ്വം ബോർഡ് എത്തുന്നുവെന്ന് വേണം ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ഉത്തരവ് കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർക്ക് അടക്കം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേരിൽ ലഭിച്ചിരിക്കുന്നത്. ശരി ഡാൻ, എന്തായാലും SIT നിർണായകമായ ഒരു അന്വേഷണ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നൊക്കെ വളരെ കൃത്യമായ ചില രേഖകൾ കിട്ടിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ പത്മകുമാറിന് അറിയാമായിരുന്നു, എന്തൊക്കെയായാലും ഈ അന്വേഷണം അദ്ദേഹത്തിലേക്ക് എത്തുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രധാനപ്പെട്ട രേഖകൾ എത്രത്തോളം ഈ അന്വേഷണത്തിൽ എങ്ങനെയായിരിക്കും വരിക എന്നതൊക്കെ കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ RV ബാബു ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ RV ബാബു, SIT ഒരു
പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് അന്വേഷണം എത്തി നിൽക്കുന്നത് SITയുടെ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പ്രത്യേകിച്ച് പത്മകുമാർ തന്നെയാണ് ഇതിൻ്റെ പ്രധാന തീരുമാനങ്ങൾ എടുത്തിരുന്നത്. എങ്ങനെയാണ് സ്വർണ്ണപ്പാളി ചെമ്പായി മാറിയത് എന്നൊരു സംശയം കേരളത്തിലെ പൊതുസമൂഹത്തിനൊക്കെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കൈപ്പട കൊണ്ട് തന്നെയാണ് ആ സ്വർണ്ണപ്പാളി ചെമ്പായി മാറിയത് എന്ന വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അങ്ങ് എന്താണ് കരുതുന്നത്? ഇത് കൃത്യമായി ഇതിന് പിന്നിൽ നടന്ന ഗൂഢാലോചന മുഴുവൻ തെളിയാൻ തക്ക വിധത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? ഈ കേസിന്റെ തുടക്കത്തിൽ പത്മകുമാർ എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത്, പൊതുസമൂഹത്തോട് പറഞ്ഞതെന്ന് നമുക്ക് ഓർമ്മയുണ്ട്. ഈ വിഷയത്തിൽ തനിക്ക് ഒന്നും അറിയില്ല, ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയ വിഷയത്തിൽ താൻ നിരപരാധിയാണ് എന്നൊക്കെയായിരുന്നു. പക്ഷേ നമുക്കിപ്പോ പുറത്തു വരുന്ന വാർത്തകൾ SITയുടെ അന്വേഷണത്തിൽ തെളിയുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് കൃത്യമായിട്ട് പത്മകുമാർ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ പറയുന്ന സ്വർണ്ണപ്പാളി പോറ്റിയുടെ കൈവശം കൊടുത്തത് എന്നൊക്കെ ഇപ്പൊ തെളിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതുവരെ ഇവർ പറഞ്ഞത് മുഴുവൻ ശുദ്ധ നുണയായിരുന്നു, പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു, വിശ്വാസികളെ കബളിപ്പിക്കുന്നതും കള്ളം പറഞ്ഞ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ വ്യക്തമായത്. ഇനിയിപ്പോ പത്മകുമാറിനെ വീട്ടിൽ നിന്നും കുറെ രേഖകൾ കണ്ടെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ രേഖകളിൽ ഒക്കെ വരുന്ന സമയത്ത് പത്മകുമാർ പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങളുണ്ട്. അതായത് താൻ ദൈവതുല്യം കരുതുന്നവരും ഇതിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ അദ്ദേഹം ദൈവതുല്യം കരുതിയത് ആരൊക്കെയാണ് ഇനിയും പുറത്തു വരാനുള്ളത്? ഈ കേസ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സങ്കീർണമാകുന്ന തരത്തിലേക്കാണ് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വമ്പന്മാർ വലയിൽപ്പെടാനുണ്ട് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. കൃത്യമായിട്ടും നമുക്ക് മനസ്സിലായും സ്വർണ്ണപ്പാളി പോലെ അത് ശബരിമലയിലെ ഒരു വിഷയം കേവലം പത്മകുമാർ തനിയെ ഒരു തീരുമാനമെടുക്കും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ശബരിമലയുടെ വിഷയത്തെ സംബന്ധിച്ച് അതിന്റെ ഗൗരവം, അതുണ്ടാക്കാവുന്ന സാമൂഹ്യ ആഘാതങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് പത്മകുമാർ. അതുകൊണ്ട് പത്മകുമാർ ഒറ്റയ്ക്ക് തന്റെ ഇടത്തോടെ ഈ തീരുമാനമെടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പത്മകുമാറിന് വേണ്ട ഒത്താശ ചെയ്യാനോ അല്ലെങ്കിൽ പത്മകുമാറിനെ പ്രേരിപ്പിച്ച ബാഹ്യ ശക്തികളുണ്ട്. ആ ബാഹ്യ ശക്തികൾ ആരൊക്കെയാണ്, അതിൽ അന്നത്തെ ദേവസ്വം മന്ത്രി ഉൾപ്പെടുന്നവര് പെട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇനി വരാനിരിക്കുന്ന അന്വേഷണത്തിലാണ് കൃത്യമാവുള്ളൂ. ഇനി അറിയേണ്ടത് ഇപ്പോൾ 2 മുൻ പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ അന്വേഷണ സംഘം ചില തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. 3ാമത്തെ പ്രസിഡന്റ് അത് PS പ്രശാന്താണ്. പ്രശാന്ത് തുടക്കത്തിൽ തൊട്ടേ ഇതുമായിട്ട് തനിക്കൊരു ബന്ധവുമില്ല, എന്തൊക്കെയോ മുൻപ് നടന്നു എന്ന മട്ടിലാണ്. അങ്ങനെ കൈയൊഴിയാൻ PS പ്രശാന്തിന് കഴിയുമോ എന്നത് ഒരു ചോദ്യം. മറ്റൊന്ന്, അങ്ങ് പറഞ്ഞതുപോലെ ഇന്നലെ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം ഒരു മുൻകൂർ ജാമ്യം പോലെയാണ് തോന്നിയത്. എൻ്റെ മുമ്പിലേക്ക് ഒരു ഫയലും എത്തിയിട്ടില്ല എന്ന് അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞത് എന്തിനായിരുന്നു എന്നതിൽ ചില സംശയങ്ങളുണ്ട്. അത് നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ അനുസരിച്ചാണെങ്കിൽ ഈ പോറ്റി കൊടുത്ത കത്ത് അത് മന്ത്രിക്കുള്ളതായിരുന്നു, താനത് കൊടുക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട്. ഇതൊക്കെ വിവരങ്ങളാണ്, നമുക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ എങ്കിൽ പോലും അങ്ങ് പറഞ്ഞതുപോലെ ഇത് മന്ത്രി അറിയാതെ അല്ലെങ്കിൽ ഉന്നതരറിയാതെ ഇങ്ങനൊരു കാര്യം നടക്കുമോ? കാരണം പാർട്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു പടയാളിയായിരുന്നല്ലോ എക്കാലത്തും പത്മകുമാർ. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഈ അടുത്താണല്ലോ. ഇതിനകത്തെ ഇപ്പൊ നമുക്ക് തുടക്കം മുതൽ ഇവര് ഈ കേസിനെ ഏത് തരത്തിലാണ് ചിത്രീകരിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാം. ഇത് ഉദ്യോഗസ്ഥ തലത്തിലെ ഒരു വീഴ്ചയാണ് എന്നാണ് തുടക്കം പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇത് ഉദ്യോഗസ്ഥന്മാരെടുത്തതാണ്. വാസു ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കമ്മീഷണർ വാസു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയുകയില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ഈ കേസ് തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞു. ഇതേ കാര്യം തന്നെ പത്മകുമാറും പറഞ്ഞു. ഇപ്പോ അതേ കാര്യം തന്നെ കടകംപള്ളി സുരേന്ദ്രനും പറയുന്നു വിചാരിച്ചാൽ മതി. കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് മുമ്പ് വാസു പറഞ്ഞത് പോലെ അല്ലെങ്കിൽ പത്മകുമാർ പറഞ്ഞ പോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പൊ പറയുന്നു. അറസ്റ്റിലാവുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും എത്രമാത്രം പങ്ക് കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. SITയുടെ അന്വേഷണം ആ ദിശയിൽ പോയാൽ, അതിനുള്ള ആർജവവും തന്റെ SIT കാണിച്ചാൽ തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രൻ ഇതിനകത്ത് പ്രതിയാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. കാരണം കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ പത്മകുമാർ ഒരു തീരുമാനമെടുക്കും, ഒറ്റയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അവിടെയാണ് ഇനി SIT സ്ഥിരമായ ഒരു തീരുമാനത്തിലേക്ക് പോകുമോ, കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്താൽ തന്നെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നുള്ളതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്.